പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവന? ഓപ്ഷൻ സി വില്യം ബെന്റിക് പ്രഭു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്? ഓപ്ഷൻ ബി ഒന്നു മാത്രമാണ് ശരി. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യസമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം? ഓപ്ഷൻ ഡി പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന? ഓപ്ഷൻ സി അലിഗഡ് പ്രസ്ഥാനം. രാജാ റാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ? ഓപ്ഷൻ ബി മീറത്ത് ഉൽ അക്ബർ, സമ്പത്ത് കൗമുദി. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാ റാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ എ ഡോക്ടർ അയ്യാത്താൻ ഗോപാലൻ. 1821 രാമൻ തമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യൽ കലാപത്തിന്റെ കാരണം? ഓപ്ഷൻ ഡി ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ സി പാലക്കാട്. ഇ വി രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം? ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷകവംശം ഭരണം നടത്തിയിരുന്നത്? ഓപ്ഷൻ സി ആണ് കോലത്തുനാട്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി? ഓപ്ഷൻ ഡി ദിവ്യ ദേശ്മുഖ്. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം? ഓപ്ഷൻ എ ഇറ്റലി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം? ഓപ്ഷൻ എ സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ? ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 24. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി? ഓപ്ഷൻ സി സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി? നിയമനിർമ്മാണ സഭയിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട്. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ എ സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി സൈനിക നടപടി, ലയന കരാർ, അനുരഞ്ജനം. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ സി എസ് കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി? ഓപ്ഷൻ സി ഗഗൻയാൻ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ഓപ്പറേഷൻ സഫദ് സാഗർ. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത? ഓപ്ഷൻ എ മനു ബക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ സി കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി കാരക്കോറം. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്? ഓപ്ഷൻ എ ഇരുമ്പ്. ചന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ സി ഗോദാവരി. പാമ്പാടുംചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? ഓപ്ഷൻ എ 2023. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനത്ത് ഇന്ത്യക്കാണുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു.
53-ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ ബി മമ്മൂട്ടി. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓപ്ഷൻ ബി ഓസ്ട്രേലിയ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ പത്തനംതിട്ട. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2018. ഐ ആം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മരാജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആര്? ഓപ്ഷൻ സി സുമതി. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി 30%. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി വയനാട്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ബി ആലപ്പുഴ. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ? ഓപ്ഷൻ ബി ശാസ്താംകോട്ട. താഴെപ്പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ. റീഡ് തവളകൾ, കക്കയം, ചെമ്പൻ മലയണ്ണാൻ, അത് ചിന്നാർ, സിംഹവാലൻ കുരങ്ങ്, സൈലന്റ് വാലി, വരയാട്, ഇരവികുളം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82%. പൂർവ രേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ കോൾ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹീരാക്കുഡ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്ററാണ്? 225 കിലോമീറ്റർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? ഓപ്ഷൻ സി ആണ് ആൻസർ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. ചേരുംപടി ചേർക്കുക. വരാഹമിഹിരൻ, ലഘുജാതകം, കാളിദാസൻ, വിക്രമോർവശീയം, വിശാഖദത്തൻ, മുദ്രാരാക്ഷസം, ശൂദ്രകൻ, മൃച്ഛകടികം. സാമൂഹ്യശാസ്ത്രത്തിന്റെ പിതാവാര്? ഓപ്ഷൻ ഡി അഗസ്റ്റ് കോംതെ. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഓപ്ഷൻ ബി തെക്കേ അമേരിക്ക. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക ദിന സന്ദേശം. ഓപ്ഷൻ സി ആണ് മണ്ണ് ദിനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം പോർച്ചുഗൽ. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്കാണ്? ക്ലാഡിയ ഗോൾഡിൻ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണങ്ങൾ കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ വിറ്റാമിൻ എ. കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി നാളികേരം. ദേശീയ വന നയം നിലവിൽ വന്ന വർഷം ഏതാണ്? 1988. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? ഓപ്ഷൻ എ IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺവെൻഷൻ ഓഫ് നേച്ചർ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി സൗദി അറേബ്യ. രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സിംബാബ്വെ
പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്താണ്? സിങ്. ഈ നിത്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കറിയുപ്പിന്റെ രാസനാമം കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ രൂപമാണ് ഓപ്ഷൻ എ രാസോർജം. മനുഷ്യന് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. എല്ലാം ശരിയാണ്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണികകൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസ്സും വ്യത്യസ്ത ഗുണവും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നുമില്ല. അടുത്തുള്ള ഓപ്ഷൻ എ ആണ് ആൻസർ. 2 മാത്രമാണ് ശരി. എല്ലാ അയിരും ധാതുക്കളാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 2025 തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. 2023 രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്കാണ് കിട്ടിയത്? ഓപ്ഷൻ ബി 3 പേർക്ക് ലഭിച്ചു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഓപ്ഷൻ ഡി കരൾ. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണ്? ഓപ്ഷൻ ബി മലമ്പനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ? ഓപ്ഷൻ സി ഫൈബ്രിനോജൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻ സി EEG. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടുവാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരെന്ത്? സസ്യങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏതാണ്? ഓപ്ഷൻ സി പ്ലാസ്മോഡെസ്മറ്റ. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ സി അമൃതം. ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ടസ്തരം പ്ലൂറ. താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ആൻസർ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. പോഷകഘടകങ്ങളുടെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. കേരളത്തിലെ ആദ്യ ബയോ റിസർവ് നാച്ചുറൽ പാർക്ക്? ഓപ്ഷൻ സി നിലമ്പൂർ. ഏതു രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? എംപോക്സ്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ഓപ്ഷൻ ബി ആസാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ സി നാഗാലാൻഡ്.